ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഷോർട്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു കാര്യം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. എംകോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് 4 ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഷോർട്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കുറെ അധികം പോയിന്റ്സ് ഷോർട്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്ന ഭാഗം മുഴുവനായിട്ടും നമ്മൾ ഷോർട്ട് കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു വീഡിയോ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഷോർട്ട് കോഡും അതിന്റെ പോയിന്റ്സുകളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാം ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഷോർട്ട് കോഡ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ക്ലാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് കൺസേൺഡ് വിത്ത് ഡിവിഡൻഡ് പോളിസി. എക്സ്പെക്ടഡ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ. ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാം, ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിന്റെ ഒരു വിഹിതമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കും. അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാവും. ആ ഡിവിഡൻഡ് പോളിസി അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുക്കുക. സൗണ്ട് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് പോളിസി ഒരു ഓർഗനൈസേഷന്റെ എസെൻസ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഡിവിഡൻഡ് പോളിസി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്നാണ്. ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും. ഇനിയാണ് നമ്മൾ കോഡ് രൂപത്തിൽ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരിക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരിക. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ, ഇൻസൈഡ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. എൽ സിപ്ന എന്ന് പറഞ്ഞ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ്, എസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്സ്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്, പി എന്ന് പറയുന്നത് പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ പാസ്റ്റ് ഡിവിഡൻഡ് റൈറ്റ്സ്, എൻ എന്ന് പറയുന്നത് നീഡ് ടു റീപേ ഡെപ്റ്റ്, എ എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട്. എ സ്ക്വയർഡ് ആണ്, എബിലിറ്റി ടു ബോറോ, ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് കൺട്രോൾ. ഇതാണ് ഇവിടെ ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൽ സിപ്ന. എ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, എ സ്ക്വയർഡ് ആണ്. അപ്പോൾ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ്? എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിലൊന്നാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഉള്ളിലുള്ള ഇൻസൈഡിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഷോർട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. എൽ സിപ്ന. എൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ്. ഫസ്റ്റത്തെ എൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്. ദെൻ എസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്സ്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്, പി എന്ന് പറയുന്നത് പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി ഓർ പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്, ദെൻ എൻ എന്ന് പറയുന്നത് നീഡ് ടു റീപേ ഡെപ്റ്റ്, എ എന്ന് പറയുന്നത് എബിലിറ്റി ടു ബോറോ, എ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് കൺട്രോൾ. ഓരോ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്തിൻ 10 minutes ഐ വിൽ കംപ്ലീറ്റ് ദിസ് സെഷൻ. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻസൈഡ് ദ ഓർഗനൈസേഷന്റെ ഉള്ളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരിക. ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്, അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് രൂപത്തിൽ എത്രത്തോളം ഫണ്ട് ഉണ്ട്, ക്യാഷ് രൂപത്തിൽ നമുക്ക് ഓർഗനൈസേഷനിൽ എത്രത്തോളം ഫണ്ട് ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ കുറഞ്ഞ രീതിയിലാണ് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട് ഉള്ളതെങ്കിൽ നമുക്ക് അധികം ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഓഫ് ഫണ്ട് ഉണ്ടെങ്കിലോ ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ സെക്കൻഡ് വൺ, എൽ സിപ്ന എന്ന കോഡിലെ സെക്കൻഡ് വൺ എസ്, സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്സ്. നല്ല ബിഗ് കമ്പനീസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ട് റിട്ടേൺ കിട്ടുന്ന, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന കമ്പനി ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈ ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള കമ്പനി ആണെങ്കിലും ഹൈ ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുൻ വർഷങ്ങളിൽ എത്രയാണ് ഡിവിഡൻഡ് കൊടുത്തത്. പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. മുൻ വർഷങ്ങളിൽ എത്രയൊക്കെയാണ് ഡിവിഡൻഡ് കൊടുത്തത് അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വർഷം ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. ദെൻ ഡെപ്റ്റ്, നമ്മൾ എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കുന്നത് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കടമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഈസ് നീഡ് ടു റീപേ ഡെപ്റ്റ്. ദെൻ എബിലിറ്റി ടു ബോറോ, ഒരു ഫേമിന് എത്രത്തോളം കഴിവുണ്ട്, കടം വാങ്ങാൻ വേണ്ടിയിട്ടും ഒരു കഴിവാണ്, ഒരു കപ്പാസിറ്റി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യുള്ളൂ, കടം തരുള്ളൂ. അപ്പൊ എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ.
ദെൻ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മാനേജ്മെന്റ് വിചാരിക്കുകയാണ് ഇത്ര മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത്ര മാത്രം ഡിവിഡൻഡ് കൊടുക്കണം എന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കൊന്നും എതിർത്ത് പറയാൻ വേണ്ടി പറ്റില്ല. മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ്സും ഡിവിഡൻഡിൽ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൽ സിപ്ന എന്ന കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓരോ ആദ്യത്തെ അക്ഷരം വെച്ചുള്ള ഒരു കോഡാണ്. എൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ്, എസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്സ്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ പി എന്ന് പറയുന്നത് പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്, എൻ എന്ന് പറയുന്നത് നീഡ് ടു റീപേ ഡെറ്റ്, എ എന്ന് പറയുന്നത് രണ്ടെണ്ണുണ്ട്, എ സ്ക്വയർഡ് ആണ്, എബിലിറ്റി ടു ബോറോ, ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് കൺട്രോൾ. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മീൻസ് ഔട്ട്സൈഡ് ഓർഗനൈസേഷന്റെ പുറത്ത് ചില കാര്യങ്ങളും നമ്മൾ ഡിവിഡൻഡിനെ സ്വാധീനിക്കും. ഏതൊക്കെയാണത്? കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, TLCG എന്നാണ് കോഡ്. TLCG സി 2 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്, അതുകൊണ്ട് സി സ്ക്വയർഡ് എന്ന് എടുക്കാം, ജിനെ നമുക്ക് സ്ക്വയർഡ് എന്ന് എടുക്കാം. TLCG എന്ന് ഓർത്ത് വെക്കാം. സി 2 ഉണ്ട്, അതുപോലെ തന്നെ ജി 2 ഉണ്ട്. നമുക്ക് ഓരോന്നും അക്ഷരം വെച്ചുള്ള കോഡാണ്. ആദ്യത്തെ അക്ഷരം ടി എന്ന് പറയുന്നത് ട്രേഡ് സൈക്കിൾ, എൽ എന്ന് പറയുന്നത് ലീഗൽ റിക്വയർമെന്റ്സ്, സി എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ജി എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കണോമി ആൻഡ് ഗവൺമെന്റ് പോളിസി. ദിസ് ഈസ് ദ കോഡ് TLCG. ഈ ഒരു കോഡ് നിങ്ങൾ ഒരിക്കലും എക്സാം ഷീറ്റിൽ എഴുതരുത്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ പോയിന്റും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പോയിന്റ് മിസ് ആവരുത്, കാരണം ഏറെ സാധ്യതകളുള്ള ഒരു ചോദ്യമാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഡിവിഡൻഡിനെ അഫക്ട് ചെയ്യും. ട്രേഡ് സൈക്കിൾ മീൻസ് ചില സമയങ്ങളിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടാവും. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടാവും, ദെൻ മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ടാവും, ദെൻ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടാവും, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടാവും, ദെൻ ഫൈനലി ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടാവും. ഇങ്ങനെ പലതരം സ്റ്റേജിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഒക്കെ കടന്നു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും, ചില സമയത്ത് ലാഭം ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അങ്ങനെ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് നല്ല ലാഭമുള്ള ഒരു സമയമാണെങ്കിൽ നമുക്ക് ഹൈ ഡിവിഡൻഡ് കൊടുക്കാം, നഷ്ടമുള്ള സമയമാണെങ്കിലോ നമുക്ക് അത്ര ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് ട്രേഡ് സൈക്കിൾ. ദെൻ നിയമപരമായി ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്ന ലീഗൽ റിക്വയർമെന്റ്സ് ആണ്, TL എന്ന് പറയുന്ന ട്രേഡ് സൈക്കിൾ, എൽ എന്ന് പറയുന്ന ലീഗൽ റിക്വയർമെന്റ്സ്. ലീഗൽ റിക്വയർമെന്റ്സ് ദാറ്റ് മീൻസ് നിയമപ്രകാരം പറയുകയാണ്, ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമപ്രകാരം പറയുകയാണ് ഇത്ര മാത്രമേ ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഡിവിഡൻഡ് കൊടുക്കുക, ഇത്ര മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നൊക്കെ നിയമങ്ങളിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് ഈസ് ലീഗൽ റിക്വയർമെന്റ്സ്. ദെൻ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ദെൻ കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻ, അതായത് ഷെയർ മാർക്കറ്റിലൊക്കെ നല്ല ഹൈ പ്രൈസ് ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഉയർന്ന ഹൈ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഷെയർ ക്യാപിറ്റലിനൊക്കെ നല്ല ഉയർന്ന പണമുള്ള ഒരു സമയമാണെങ്കിൽ ഹൈ ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് താഴ്ന്നു നിൽക്കുന്ന സമയമാണെങ്കിലോ ലോ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഷെയർ മാർക്കറ്റ്, അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള കണ്ടീഷന് നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡിന് ഒരു നിർണായക ഘടകമാണ്. ദെൻ ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി മീൻസ് ലൈക്ക് യു ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ ഒരു കൊറോണയ്ക്കുള്ള ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നോർമലി കമ്പനീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അധികം ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിലിരുന്നിട്ടാണ് അധികം ആൾക്കാരും ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്താ പറയാ, പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. എക്കണോമിയിൽ മൊത്തത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നു. മൊത്തത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള രീതികളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി, ഇപ്പൊ നിലവിലുള്ള ഇക്കണോമിയുടെ ഒരു അവസ്ഥയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഞാൻ കൊറോണ എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ നിലവിലുള്ള എക്കണോമി കൂടെ കൺസിഡർ ചെയ്യണം. ദെൻ ഫൈനൽ വൺ ഗവൺമെന്റ് പോളിസി മീൻസ് ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് ഗവൺമെന്റ് റൂൾസ് പറയുകയാണ് ഡിവിഡൻഡിന്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഗവൺമെന്റ് റൂൾസും പറയുകയാണെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ കോഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, TLCG is a code. അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ കോഡ് രൂപത്തിൽ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ കോഡ് രൂപത്തിൽ മനസ്സിലാക്കി. ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇത്രയും പോയിന്റുകൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കോഡ് തന്നിട്ടുള്ളത്. കോഡ് പ്രത്യേകം ഓർമ്മിച്ചെടുക്കുക. ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ കോഡ് എൽ സിപ്ന എന്നാണ്. ആ കോഡ് നിങ്ങൾ എപ്പോഴും മനസ്സിലാലോചിക്കാം. എ എന്ന് പറയുന്ന രണ്ടെണ്ണുണ്ട്, അതുകൊണ്ടാണ് എ സ്ക്വയർഡ് കൊടുത്തിട്ടുള്ളത്. ദെൻ TLCG എന്നാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ കോഡ്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആദ്യത്തെ അക്ഷരം വെച്ചുള്ള കോഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രീതിയിലുള്ള കോഡ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാം. തിയററ്റിക്കൽ ഏരിയാസ് പ്രധാനമായിട്ടും
ഇങ്ങനെ കോഡ് രൂപത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാറുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.